മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതം കൂടി ദൈവം നമുക്കായിട്ട് നൽകിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ആ വിഭവങ്ങൾ ആസ്വദിക്കുവാനായിട്ട് ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ഈ ദിവസത്തെയും ഈ വിരുന്നിനെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാം. ഈ ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള വിഭവങ്ങളാലുള്ള വിരുന്നുകളാണ് ദൈവം നമുക്കൊരുക്കിയിരിക്കുന്നത്. സ്വാദിഷ്ടമായ, നമുക്കിഷ്ടപ്പെട്ട, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിരുന്നുകളൊക്കെയാണ് ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഈ വിരുന്ന് നമ്മൾ ആസ്വദിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. ദൈവത്തിൻ്റെ വലിയ കരുണയാലും കൃപയാലുമാണ് ഈ ദിവസത്തിലേക്ക് കടന്നു വരുവാനും ഈ വിരുന്ന് ആസ്വദിക്കുവാനും നമുക്ക് ഇടയാകുന്നത്. ആ വലിയ അനുഗ്രഹത്തെ ഓർത്ത്, വലിയ നന്മയെ ഓർത്ത് നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. ഈ പ്രഭാതത്തിൽ ഈ വിരുന്നിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായ വിധത്തിൽ അപേക്ഷിക്കാം. അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും കൃപകളും യേശുവിൽ നിന്നും വാങ്ങിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാത വിരുന്നിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രത്യേകമായ വിധത്തിൽ യുദ്ധങ്ങൾ മൂലം വേദനയും കഷ്ടപ്പാടും പട്ടിണിയും അനുഭവിക്കുന്ന എല്ലാ ജനതകളെയും നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പാലസ്തീനിലും അതുപോലെ തന്നെ ഉക്രൈനിലുമൊക്കെ യുദ്ധങ്ങൾ മൂലം വേദനയും കഷ്ടപ്പാടും ദുഃഖവുമൊക്കെ അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ യുദ്ധത്തിനൊക്കെ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ദൈവത്തിൻ്റെ ഇടപെടലുകൾ വഴിയായിട്ടുണ്ടാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരുടെ ഇടപെടലുകളൊക്കെ പലപ്പോഴും നിസ്സഹായമായ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് വിജയം കൈവരിക്കുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഈ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നതിനായിട്ട് എന്തുമാത്രം ചർച്ചകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ആളുകളുമൊക്കെ ആയിട്ട് നടത്തപ്പെടുകയുണ്ടായി. അവയൊന്നും പൂർണ്ണമായ വിജയത്തിലേക്ക് വരുന്നതിനായിട്ട് ഇടയായില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ വഴിയായിട്ട് യുദ്ധങ്ങളെല്ലാം അവസാനിച്ച് സമാധാനവും ശാന്തിയും സംജാതമാകുന്നതിനു വേണ്ടി നമുക്ക് ആ പ്രദേശങ്ങളെയും ആളുകളെയും എല്ലാം സമർപ്പിച്ച് പ്രത്യേകമായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. നമുക്ക് ഉപകാരപ്രദമാകുന്ന, നമ്മുടെ ജീവിതത്തെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരുന്ന വചനങ്ങൾ നമുക്ക് ഒരുക്കി തരണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മിലേക്ക് കടന്നു വരുമ്പോഴാണ് വചനം ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാനും വചനമനുസരിച്ച് ജീവിക്കുവാനും വചനം പ്രഘോഷിക്കുവാനുമായിട്ടുള്ള
അനുഗ്രഹവും കൃപയുമൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്കിപ്പോൾ പ്രത്യേകം അപേക്ഷിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നത്തെ ദിവസം നമുക്ക് സുഭാഷിതത്തിൻ്റെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. രാജാവിൻ്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്. അവിടുന്ന് തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അതിനെ ഒഴുക്കിവിടുന്നു. മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം. ഗർവ് നിറഞ്ഞ കണ്ണുകളും അഹങ്കരിക്കുന്ന ഹൃദയവും ദുഷ്ടരുടെ പ്രൗഢിയും പാപകരമത്രേ. ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു. തിടുക്കം കൂട്ടുന്നവർ ദുർഭിക്ഷത്തിലെത്തുകയേ ഉള്ളൂ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവത്തെക്കുറിച്ചാണ് സുഭാഷിതത്തിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ പറയുകയാണ്, കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു, നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യമെന്ന്. അപ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവത്തെ കർത്താവ് മനസ്സിലാക്കുന്നു, നോക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കന്നഡ സാഹിത്യത്തിലെ പ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയായിരുന്നു ഭാനു മുസ്താഫ്. അവർ ഒരു പത്രപ്രവർത്തകയും അതുപോലെ തന്നെ റേഡിയോ ജേർണലിസ്റ്റുമൊക്കെ ആയി പ്രവർത്തിച്ചിട്ടുള്ളയാളാണ്. അവർ 6 ചെറുകഥാ സമാഹാരങ്ങൾ, ഒരു നോവല്, ഒരു കവിതാ സമാഹാരം ഒക്കെ പുറത്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ 1999 കന്നഡ സാഹിത്യ അക്കാദമി അവാർഡ് അവർക്ക് ലഭിച്ചിട്ടുമുണ്ട്. അവരുടെ പല കഥകളും വിവിധ ഭാഷകളിലേക്ക്, മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലേക്കൊക്കെ തർജ്ജിമ ചെയ്തിട്ടുള്ളതുമാണ്. 2025 അവരുടെ ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തപ്പെട്ട ഏതാനും ചെറുകഥകളുടെ ഒരു സമാഹാരത്തിന് ബുക്കർ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അവരുടെ പുസ്തകം ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തത് ദീപ ദാസ്തി എന്ന് പറഞ്ഞ ആളായിരുന്നു. അപ്പോൾ അതിലെ ചില കഥകൾ അടങ്ങുന്ന സമാഹാരത്തിൻ്റെ പേര്, ഇംഗ്ലീഷിൽ കൊടുത്ത പേര് ഹാർട്ട് ലാമ്പ് എന്നായിരുന്നു. ആ പുസ്തകത്തിനാണ് ബുക്കർ പുരസ്കാരം ലഭിച്ചത്. അതിലെ ഒരു കഥയുടെ പേര് ദ ഡിസിഷൻ ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ തീരുമാനം എന്ന ഒരു കഥയുണ്ടായിരുന്നു. ആ കഥയുടെ ഉള്ളടക്കം ഏതാണ്ട് ഇപ്രകാരമാണ്. 3 പേരാണ് ആ കഥയിലുള്ളത്. യൂസഫും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. ഈ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വലിയ സമാധാനമൊന്നുമില്ല. യൂസഫ് തൻ്റെ അമ്മയെ വളരെ അധികമായിട്ട് ബഹുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ ഭാര്യയെ വളരെ കാര്യമായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഭാര്യയ്ക്ക് യൂസഫിൻ്റെ അമ്മയോട് എന്തെന്നില്ലാത്ത ഒരു നീരസം. അമ്മയെ അവൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റി കിട്ടിയാൽ മതി എന്നാണ് അവളുടെ ചിന്ത. അമ്മയാണെങ്കിൽ വളരെ മാന്യമായിട്ടുള്ളൊരു സ്ത്രീ, എപ്പോഴും സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടെയൊക്കെയാണ് ഈ യൂസഫിൻ്റെ ഭാര്യ അഖിലയോട് പെരുമാറിയിരുന്നത്. അവർ ഇവളുടെ സ്വഭാവമൊക്കെ അറിയാമെങ്കിലും അതിൻ്റെ രീതിയിൽ ഒരിക്കലും പ്രതികരിക്കാനായിട്ടോ ഒന്നും തയ്യാറായിരുന്നുമില്ല. പക്ഷേ ഈ ഭാര്യയ്ക്ക് ഈ അമ്മയെ ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. ഇത് ഈ യൂസഫിന് അറിയാമായിരുന്നു. യൂസഫ് അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ ഭാര്യയുടെ അമ്മയോടുള്ള പെരുമാറ്റം യൂസഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായിരുന്നു. അതിന് ഒരു പരിഹാരം കാണാനായിട്ട് അദ്ദേഹം പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അതൊന്നും വിജയിച്ചില്ല. അവസാനം യൂസഫ് ഒരു തീരുമാനത്തിലേക്ക് വന്നു.
തീരുമാനം ഇതായിരുന്നു, വിധവയായ തൻ്റെ അമ്മയെ വേറൊരു പുരുഷനെ കൊണ്ട് കെട്ടിച്ചു വിടുക എന്നുള്ളതായിരുന്നു. അത് ആ തീരുമാനം നടപ്പിലാക്കാനായിട്ട് യൂസഫ് ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിന് ഒത്തിരി പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വന്നു. എന്നാലും യൂസഫ് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. തൻ്റെ അമ്മയെ ഈ മനുഷ്യനുമായിട്ട് കെട്ടിച്ചു വിട്ടു. ഈ മനുഷ്യനൊരു നല്ല മനുഷ്യനായിരുന്നു. അമ്മ വളരെ സന്തോഷപൂർവ്വം ജീവിക്കുന്നതും യൂസഫിന് കാണാനായി. ഇത് കാണാനായിട്ട് ഇടവയായപ്പോഴാണ് ഈ ഭാര്യയായ അഖിലയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലായത്. അവൾ തൻ്റെ അമ്മായിയമ്മയോട് ക്ഷമ പറഞ്ഞ് വീണ്ടും സമാധാനത്തിലേക്കും സ്നേഹത്തിലേക്കുമൊക്കെ കടന്നു വരികയും ഉണ്ടായി. ഈ കഥ നൽകുന്ന പാഠം എന്താണ് എന്ന് ചോദിച്ചാൽ, വിധവയായി കഴിയുന്ന എല്ലാ സ്ത്രീകളെയും ചെറുക്കന്മാരെ കണ്ടുപിടിച്ച് കെട്ടിച്ചു വിടണം എന്നുള്ളത് അല്ല. അതെപ്പോഴും നടക്കുന്ന ഒരു കാര്യവുമല്ല. ചെറുപ്പക്കാരാണെങ്കിലും അതുപോലെ തന്നെ ആ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും അങ്ങനെ കെട്ടിച്ചു വിടുന്നത് നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ കെട്ടിച്ചു വിടുന്ന സാഹചര്യത്തിൽ ഒത്തിരി പ്രതിബന്ധങ്ങളെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. കാരണം പലർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയില്ല. ചില പ്രത്യേക സാമൂഹിക സാഹചര്യങ്ങളിൽ അതൊട്ടും അനുവദനീയമായിട്ടുള്ള ഒരു കാര്യവും ആയിരിക്കുകയില്ല. പക്ഷേ യൂസഫ് എടുത്ത ഈ തീരുമാനം എന്ന് പറഞ്ഞത് അവൻ്റെ കുടുംബത്തിലേക്ക് സമാധാനം കൊണ്ടുവരുന്നതിനായിട്ട് ഇടയായി. കീരിയും പാമ്പുമായിട്ട് കഴിഞ്ഞിരുന്ന തൻ്റെ ഭാര്യയുമൊക്കെ രണ്ട് സ്ഥലത്തായപ്പോൾ ആ വെറുപ്പും വിദ്വേഷവുമൊക്കെ മാറി അവർ പരസ്പരം ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് കുടുംബത്തിൽ സമാധാനം ഉണ്ടായ ഒരു സാഹചര്യം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിനെ പരിഹരിക്കുന്നതിന് തക്കതായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്യാറുള്ളത്. ഈ കഥയിലൂടെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്നുള്ളത് പരസ്പരം മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ അഖിലയ്ക്ക് തൻ്റെ അമ്മായിയമ്മയെ ശരിക്കുള്ള വിധത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അത് ശരിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ ക്ഷമ പറഞ്ഞ് ആ അമ്മായിയമ്മയുമായിട്ട് ഐക്യത്തിലേക്ക് വരുന്നതിനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കുടുംബ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരസ്പരം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ യൂസഫിന് അമ്മയെയും ഭാര്യയുമൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചപ്പോഴാണ് ഇതുപോലെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് അദ്ദേഹം സാധിച്ചത്. രണ്ടാമതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് കുടുംബ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലരും ചെയ്യുന്നത് എന്താണ്, അത് കണ്ടില്ലെന്ന് നടിച്ചങ്ങോട്ട് പോകും. കണ്ടില്ലെന്ന് നടിച്ചു പോയത് കൊണ്ട് പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹാരമാകുന്നില്ല. പ്രശ്നങ്ങളെ കാണാനും അത് പരിഹരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പ്രശ്നങ്ങളോട് ഒരു നിസ്സംഗത പുലർത്തിക്കൊണ്ട് പോകുന്നതല്ല പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായിട്ടുള്ള ഒരു മാർഗമെന്നാണ് ഈ കഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യൂസഫ് അവൻ്റെ ജീവിതത്തിലുണ്ടായ കുടുംബത്തിലുണ്ടായ പ്രശ്നത്തെ കണ്ടില്ലെന്ന് നടിക്കുകയല്ല, അതിനെ മനസ്സിലാക്കി അതിന് അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തിക്കുവാനുമായിട്ട് തുടങ്ങിയപ്പോഴാണ് അവൻ്റെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവന്നത്. മൂന്നാമതായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്, ഈ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിനയപൂർവമായ ഒരു സ്നേഹം അല്ലെങ്കിൽ സ്നേഹപൂർണമായ ഒരു വിനയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുണ്ടായാൽ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരോട് ക്ഷമ ചോദിച്ചുകൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുസരിച്ചുമൊക്കെ പോകുന്നതിനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വിനയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ആയിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ യൂസഫിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയെ സ്നേഹിക്കാനായിട്ട് സാധിച്ചപ്പോഴാണ്, സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഈ കഥയുടെ പേര് തന്നെ ഹൃദയത്തിൻ്റെ തീരുമാനം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരുന്ന തീരുമാനങ്ങൾ നമ്മൾ സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ്
നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലുമൊക്കെ സന്തോഷവും സമാധാനവും ഒക്കെ കൈവരുത്തിക്കൊണ്ട് പോകുന്നതിനായിട്ട് സാധിക്കുന്നത് എന്നാണ് ഈ കഥയിലൂടെ ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ഭാനു മുഷ്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ഹൃദയത്തിൽ നിന്നും തീരുമാനങ്ങൾ എടുത്തുകൊണ്ട്, ഹൃദയത്തിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കുക എന്ന് നമ്മളോട് പറയുമ്പോഴും മനസ്സിലാക്കുന്നത് കാര്യങ്ങളെ ശരിയായിട്ട് വിധത്തിൽ പഠിച്ച് മനസ്സിലാക്കി തീരുമാനത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെയുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ വരുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ സമാധാനവും സന്തോഷവുമൊക്കെ അനുഭവിച്ചുകൊണ്ട് പോകുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതിനുള്ള അനുഗ്രഹം നമുക്കെല്ലാവർക്കും തരണമേ എന്ന് പ്രത്യേകമായിട്ടും ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൂസേപ്പ് കാവലായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഇടവക വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്കെല്ലാവർക്കും അനുഭവിക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചികമായ സ്വാധീനങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും പ്രത്യേകമായിട്ട് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാധിക്കുന്ന എല്ലാവരും ഒരു കൊന്തയെങ്കിലും ചൊല്ലി മരിയൻ കൂടാരങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ ധ്യാന കേന്ദ്രത്തിൻ്റെയും ഗുഡ്നസ് ചാനലിൻ്റെയും പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ മൂലമായിട്ട് ഉണ്ടാകാവുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ടുപോകുന്നതിനുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകം ഈ ചാനലിനെയും ഈ ധ്യാന കേന്ദ്രത്തെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ ഈ ദിവസത്തിലെ എല്ലാ നിമിഷവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് നിങ്ങളെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സത്യസ്നേഹസ്വരൂപനേ
കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നതിനായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ ശിരസ്സുകൾ നമുക്ക് നമിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഗുഡ്നസ് ടിവിയുടെ എല്ലാ നല്ല പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.